ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. ചന്ദ്രികയും മലരും ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. മോളെ നന്നായിട്ട് പ്രാർത്ഥിക്കണേ എന്നൊക്കെ ചന്ദ്രിക മലറിൻ്റെ അടുത്ത് പറയാണ്. അപ്പോൾ കണ്ണടച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് മലറിനെ കാണാനില്ല. ചന്ദ്രിക വിളിക്കുകയാണ്, മലർ. ചന്ദ്രിക പിന്നെ ചുറ്റും ഒന്ന് നോക്കി, ചുറ്റുപാടും നോക്കിയതിന് ശേഷം മലറിനെ കാണുന്നില്ല. അപ്പോൾ ചന്ദ്രിക മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇതെവിടെ പോയി? മലർ മലർ എവിടെ പോയി ഈ കുട്ടി? ചന്ദ്രിക പരക്കെ അന്വേഷിക്കുകയാണ്. മോളെ മലർ മലർ എന്ന് വിളിച്ച് പല സ്ഥലത്തും നോക്കുകയാണ്. മോളെ മലർ മലർ എന്ന് പറഞ്ഞ് ചന്ദ്രിക കരയാണ്. പിന്നെ കാണിക്കുന്നത് മഹേന്ദ്രൻ സാറിനെ ലക്ഷ്മിയാണ്. മഹേന്ദ്രൻ സാറിന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുക്കുകയാണ് ലക്ഷ്മി. കഴിക്കേട്ട എന്ന് പറഞ്ഞ് മഹേന്ദ്രൻ സാറ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആരതി അങ്ങോട്ടേക്ക് വന്നത്. ആരതി അങ്കിൾ. മോളെ അമ്മ എവിടെ? അമ്മ റൂമിലുണ്ട്. അമ്മയ്ക്ക് ശരീരത്തിനിപ്പോൾ വേദനയുണ്ടോ മോളെ? വേദനയൊന്നും ഇല്ലെന്നാ പറഞ്ഞത്. അമ്മ എന്തെങ്കിലും കഴിച്ചോ? ഇല്ല അങ്കിൾ. എന്നാൽ അവളെ കൂട്ടിക്കൊണ്ട് വന്ന് എന്തെങ്കിലും കഴിപ്പിക്കും. ശരി അങ്കിൾ. പറയാം അങ്കിൾ. ശരി മോളെ. മലർ അങ്ങനെ ചന്ദ്രിക, അതായത് മഹേഷ് പൈസ കൊടുക്കാനുള്ള അവർ കൊണ്ടുപോയിട്ടാണുള്ളത്. എന്നിട്ട് മലർ പറയാണ്, എനിക്ക് പോകണം, എനിക്ക് അമ്മയുടെ അടുത്ത് പോകണം, എന്നെ അമ്മയുടെ അടുത്ത് കൊണ്ടുവിട്. ശരി ശരി, നിൻ്റെ അമ്മയെ കാണാൻ പോകണമല്ലേ? നിൻ്റെ അമ്മ തന്നെ നിന്നെ അന്വേഷിച്ച് ഇവിടെ വരും. എന്നെ വിട്, എനിക്ക് പോകണം എന്ന് പറഞ്ഞ് മലർ കരയാണ്. നോക്ക്, ചോക്ലേറ്റ് ഉണ്ട്, ബിസ്ക്കറ്റ് ഉണ്ട്, ഇത് കഴിക്ക്. എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് മലർ തട്ടി എറിഞ്ഞു. കൊള്ളാലോ നീ, ചെറിയ കുട്ടിയാണെങ്കിലും അത്ര മോശക്കാരിയൊന്നുമല്ലല്ലോ. നിൻ്റെ അച്ഛൻ എൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങിച്ചിട്ട് എന്നെ പറ്റിച്ചു. അവൻ്റെ കുരുട്ടുബുദ്ധി കുറച്ചെങ്കിലും നിനക്കില്ലാതിരിക്കുമോ? നിൻ്റെ അച്ഛൻ വാങ്ങിയ പണത്തിന് നിൻ്റെ അമ്മയും നീയുമാണ് ഉത്തരവാദി. നിങ്ങൾ എനിക്ക് പണം തരാതിരുന്നാൽ നിന്നെയും നിൻ്റെ അമ്മയെയും സമാധാനമായി ജീവിക്കാൻ ഞാൻ വിടില്ല. അവസാനം ചന്ദ്രിക അവിടെ എത്തി. മലർ മലർ എന്ന് വിളിച്ച്. അപ്പോഴാണ് മലറിനെ അവിടെ കാണുന്നത്. അമ്മേ, എന്തിനാ എൻ്റെ കുഞ്ഞിനെ കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തിയത്? എന്തിനാ ഇങ്ങനെയല്ല ചെയ്യുന്നത്? ഏയ് നിൽക്ക്, ഞാൻ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് നിനക്കറിയില്ലേ? നിൻ്റെ ഭർത്താവ് വാങ്ങിയ പണം നീ തിരിച്ചു തന്നെങ്കിൽ ഞാനെന്തിനാ നിങ്ങളെ രണ്ടുപേരെയും പിന്നെ ശല്യം ചെയ്യുന്നത്? മഹേഷ് നിങ്ങളുടെ കയ്യിൽ നിന്നും വാങ്ങിയ കാശ് മഹേഷിനോട് തന്നെ നിങ്ങൾ പോയി ചോദിക്കും. അല്ലാതെ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. മഹേഷിനും എനിക്കും ഡിവോഴ്സ് കഴിഞ്ഞതാ. അയാളാരോ ഞാനാരോ. അയാൾ ചിരിച്ച് കളിയാക്കിയിട്ട് പറയാണ്, നീയും അയാളും തമ്മിൽ ബന്ധമില്ലെന്ന് പറയുന്നു. അപ്പം നിങ്ങളുടെ ബന്ധത്തിലുണ്ടായ കുട്ടിയെ നിങ്ങൾക്ക് വേണോ? എന്തായാലും നിങ്ങൾ രണ്ടുപേരും തമ്മിൽ പിരിഞ്ഞില്ലേ, പിന്നെ ഈ കുട്ടിയെ നിനക്കെന്തിനാ? ഞാൻ ഈ കുട്ടിയെ കൊണ്ടുപോയി എന്ന് പറഞ്ഞ അയാൾ കുട്ടിയെ എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം ചന്ദ്രിക തടഞ്ഞുകൊണ്ട് പറയാണ്, മോറങ്ങോട്ട്, എൻ്റെ കുട്ടിയെ തൊട്ടുപോകരുത്, എൻ്റെ സ്വഭാവം മാറും. ആദ്യം എൻ്റെ മോളെ താഴെ ഇറക്കി വണ്ടീൻ്റെ മേൽ നിന്ന്. ഇനിയും ഞങ്ങളെ ഉപദ്രവിച്ചാൽ നിങ്ങളുടെ പേരിൽ ഞാൻ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കും. അയാൾ കളിയാക്കിച്ചിരിക്കുകയാണ്. ഈ നാട്ടിലെ പോലീസായിരിക്കുന്ന ഇൻസ്പെക്ടർ എൻ്റെ അനിയനാ. നീ എൻ്റെ പേരിൽ കംപ്ലൈൻറ്റ് കൊടുത്താൽ നിന്നെയായിരിക്കും അവൻ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിടുന്നത്. ഞാനൊന്ന് മൂളിയാൽ മാത്രം മതി, നിന്നെ കാണേണ്ട വിധത്തിൽ കണ്ട് നിൻ്റെ ഭർത്താവ് എനിക്ക് തരാനുള്ള പണം വാങ്ങിത്തരും. നീയൊരു സ്ത്രീയല്ലേ, അതുകൊണ്ടാണ് അതൊന്നും വേണ്ടെന്ന് വെച്ചത്. നിനക്ക് 2 ദിവസവും കൂടി സമയം തരാം. നീ എന്ത് ചെയ്തെന്നോ ഏത് ചെയ്തെന്നോ എന്നൊന്നും എനിക്കറിയണ്ട. എനിക്കെൻ്റെ പണം കിട്ടണം. ഇല്ലെങ്കിൽ നിൻ്റെ മോളെ ഞാൻ കൊണ്ടുപോകും. നിൻ്റെ മോളിതാ, വണ്ടി ഇടറാ. അയാൾ പോയി കഴിഞ്ഞപ്പോൾ മലർ കരയാണ്. അപ്പോൾ ചന്ദ്രിക പറയാണ്, ഒന്നുമില്ലടാ, കരയണ്ട. പിന്നെ കാണിക്കുന്നത് ലക്ഷ്മിയെയും മഹേന്ദ്ര സാറിനെയാണ്. ലക്ഷ്മി മരുന്നൊക്കെ എടുത്തു വന്നിട്ട് പറയാണ്, ഏട്ടാ ഇതാ മരുന്ന്. ഏട്ടാ എന്താ പറ്റിയേ? ഏയ് ഒന്നുമില്ല ലക്ഷ്മി. അപ്പോഴാണ് ജാനകി അങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ മഹേന്ദ്ര സാർ വിളിക്കുകയാണ്, ജാനകി, ജാനകി ശരീരത്തിന് എങ്ങനെയുണ്ട്? ശരീരത്തിന് കുഴപ്പമൊന്നുമില്ല, മനസ്സിനാ സമാധാനമില്ലാതിരിക്കുന്നത്. നീ ഒന്നുകൊണ്ടും മനസ്സ് വിഷമിപ്പിക്കരുത്. മഹേന്ദ്രൻ പറയാം, ആദ്യം നീ ചെന്ന് ഭക്ഷണം കഴിക്ക്. ഏട്ടാ, ഞാൻ നന്നായിരിക്കണമെന്ന് ശരിക്കും ചേട്ടൻ വിചാരിച്ചെങ്കിൽ ഞാൻ ചോദിക്കുന്നത് ചേട്ടൻ തരണം. എന്താ ജാനകി, എന്താണെന്ന് പറയും. ഞാനിങ്ങനെ ആകാൻ ആരാ ഏട്ടാ കാരണം? പറയേട്ടാ, ഞാനിങ്ങനെ നടക്കാതെ ആകാൻ കാരണം ആരാണ്? പറയേട്ടാ, പറയ് എന്ന് പറഞ്ഞ് ജാനകിക്ക് അറിയാണ്. അതായത് മഹേന്ദ്രൻ സാർ എന്ത് ചെയ്യണം എന്ത് പറയണം എന്നറിയാതെ വിഷമത്തിലാണ്. പറയേട്ടാ, ഞാനിങ്ങനെ ആയതിൻ്റെ കാരണം ചേട്ടത്തിക്കറിയില്ലല്ലോ. പറയേട്ടാ, ഞാൻ തന്നെയാണ് കാരണം. അത് കേട്ട് ലക്ഷ്മി ഒന്നും തിരിയാതെ നോക്കുകയാണ്.
അപ്പം തന്നെ ലക്ഷ്മി ചോദിക്കുകയും ചെയ്തു, എന്താ ഏട്ടാ ഈ പറയുന്നത്? അതേ ലക്ഷ്മി, ജാനകി ഇങ്ങനെ ആയതിന് കാരണം ഞാനാണ്. കുട്ടിക്കാലത്ത് ഇവളെ ഞാനാണ് സൈക്കിളിൽ സ്കൂളിൽ കൊണ്ടുപോവുക. എൻ്റെ ശ്രദ്ധക്കുറവ് കൊണ്ടാണ് ജാനകിയുടെ സ്പൈനൽ കോഡിന് പരിക്ക് പറ്റി പിന്നെ 2 കാലിനും ചലനശേഷി ഇല്ലാതായത്. ഞങ്ങൾ പോകാത്ത ആശുപത്രികളില്ല, വിളിക്കാത്ത ദൈവങ്ങളില്ല. എല്ലാ ഡോക്ടേഴ്സും ഞങ്ങളെ കൈവിട്ടു. ജാനകി എന്നേക്കുമായി ഈ വീൽ ചെയറിൽ ഇരിക്കാൻ ഞാനാണ് കാരണം. ഇവളിങ്ങനെ ആവാൻ ഞാനാണ് കാരണം. ജാനകി അത് പറയുന്ന സമയത്ത് കരയാണ്. അപ്പോൾ ലക്ഷ്മി പറയാണ്, ഇത്രയും കാലമായിട്ടും എനിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. ജാനകിയും ഇതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ മനസ്സ് വിഷമിക്കാതിരിക്കാൻ വേണ്ടിയാണ് ജാനകി ഇത് നിന്നോട് പറയാതിരുന്നത്. ചേട്ടൻ്റെ മനസ്സ് വിഷമിക്കരുത് എന്ന് കരുതിയ എന്നോടെന്തിനാ ചേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്ത്? ഇത്രയും കാലം ഈ കാര്യം ആരോടും പറയരുത് എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ ഏട്ടൻ തന്നെ എന്നെ കൊണ്ട് പറയിപ്പിച്ചില്ലേ? ഒരുപക്ഷെ എൻ്റെ കാലിന് കുഴപ്പമൊന്നുമില്ലാതെ ഞാൻ നന്നായി പഠിച്ച് നല്ല ഒരു ജോലിക്ക് പോയിരുന്നെങ്കിൽ എനിക്ക് ഏട്ടൻ്റെ മുമ്പിൽ കൈനീട്ടി ജീവിക്കേണ്ട അവസ്ഥ വരില്ലായിരുന്നു. ഞാനിങ്ങനെ ആയതിന് ഏട്ടൻ തന്നെയല്ലേ കാരണം? അതേ ജാനകി, ഞാൻ തന്നെയാണ് കാരണം. ഞാനിങ്ങനെ ആയതുകൊണ്ട് എന്നെ വിവാഹം കഴിക്കാൻ ആരും മുന്നോട്ട് വന്നില്ല. അതുകൊണ്ട് ഒന്നുമില്ലാത്ത ഒരാളെ കൊണ്ട് എന്നെ വിവാഹം കഴിപ്പിച്ചു. പക്ഷേ അദ്ദേഹം ഒരു കുഞ്ഞിനെ പോലെ എന്നെ വളരെ നന്നായിട്ട് നോക്കി. അദ്ദേഹം എനിക്ക് ഒരു കുറവും ഉണ്ടാക്കിയില്ല. ഞാൻ മനസ്സ് തകർന്ന് എന്തിനാ ജീവിച്ചേ എന്ന് ചിന്തിച്ച സമയത്ത് ഈ ലോകത്ത് ജീവിക്കാൻ അദ്ദേഹമായിരുന്നു ഒരു കാരണം. അങ്ങനെയുള്ള ഒരാളുടെ മേൽ ഒരു ചെയ്യാത്ത കുറ്റവും ചുമത്തി ഈ വീട്ടിൽ നിന്നും പുറത്താക്കിയില്ലേ? ഒരിക്കലും എൻ്റെ വാക്ക് അവഗണിക്കാത്ത ചേട്ടൻ ഈ കാര്യത്തിൽ മാത്രം എന്താ എന്നെ ഇങ്ങനെ ആക്കിയത്? എനിക്ക് വേണ്ടി ജീവൻ തന്നെ തരാമെന്ന് ഏട്ടൻ പറഞ്ഞതല്ലേ? ഞാൻ ജീവനെപ്പോലെ സ്നേഹിച്ച എൻ്റെ ഭർത്താവിനെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കാൻ ചേട്ടന് എങ്ങനെ തോന്നി? മഹേന്ദ്രൻ സാറ് വിഷമത്തോടെ പറയാണ്, ഇല്ല ജാനകി, എടുത്തു ചാടി ഞാൻ ഒരു തീരുമാനവും എടുക്കാറില്ല. വാസുദേവൻ പണമെടുത്തത് സത്യമാണ്. അത് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഈ തീരുമാനം എടുത്തത്. ഇല്ല ഏട്ടാ, ഞാനിത് വിശ്വസിക്കില്ല. ഇല്ല ഏട്ടാ, ഇതൊന്നും ഞാൻ വിശ്വസിക്കില്ല. ഇത്രയും വർഷമായിട്ട് ഒരു തെറ്റും ചെയ്യാത്തയാൾ ഇപ്പോൾ തെറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് വിശ്വസിക്കുക? അങ്ങനെയല്ല, 25 വർഷമായിട്ട് അവൻ തെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴാണ് എല്ലാം പുറത്തു വന്നത്. നിന്നോടുള്ള ഒറ്റ സ്നേഹം കൊണ്ട് ഞാനത് മുഖവുരയ്ക്ക് എടുത്തില്ല. പക്ഷേ ഇത്രയും വർഷം അവൻ തെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ കുറേശ്ശെ പണം എടുത്തുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് കണ്ടുപിടിക്കാനേ പറ്റിയില്ല. എന്നാൽ ഈ വർഷം ഒരുപാട് പണം എടുത്തു ജാനകി. ഒന്ന് നിർത്തേട്ടാ. ആദ്യം എന്നെ നടക്കാൻ വയ്യാതാക്കി. ഇപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ മേൽ കള്ളക്കുറ്റം ചുമത്തി അദ്ദേഹത്തെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കി. പക്ഷേ ഞാൻ ഇക്കാര്യം വെറുതെ വിടാൻ പോകുന്നില്ല. ഇതിന് ചേട്ടൻ മറുപടി പറഞ്ഞേ പറ്റൂ. എന്നെ ഈ അവസ്ഥയിൽ ആക്കിയില്ലേ, അതിന് എന്താ ഏട്ടൻ ചെയ്യാൻ പോകുന്നത്? മഹേന്ദ്രൻ സാർ വിഷമത്തോടെ ചോദിക്കുകയാണ്. പറയൂ ജാനകി, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇതുവരെ ചേട്ടൻ സമ്പാദിച്ച സ്വത്തിൽ പകുതി എൻ്റെ പേരിൽ എഴുതിത്തരണം. ഏട്ടൻ കാരണല്ലേ എൻ്റെ ജീവിതം നശിച്ച് ഇങ്ങനെയായത്. ഞാൻ ചോദിച്ചത് ഏട്ടൻ ഭംഗിയായി സാധിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെയും മക്കളുടെയും കൂടെ സുഖമായിട്ട് ജീവിച്ചോളാം. അത്രയും പറഞ്ഞ് ജാനകി അവിടെ നിന്നില്ല, അവിടെ നിന്ന് പോയി. അപ്പോൾ ലക്ഷ്മി ചോദിക്കുകയാണ്, എന്താ ഏട്ടാ ജാനകി ഇങ്ങനെയൊക്കെ പറയുന്നത്? അവൾ ചോദിച്ചതിൽ ഒരു തെറ്റുമില്ല. അവൾ ഈ അവസ്ഥയിലേക്ക് എത്താൻ കാരണം ഞാനാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം ഏൽക്കേണ്ടതും ഞാനല്ലേ? എന്ന് വെച്ചാൽ ഏട്ടൻ സമ്പാദിച്ച സ്വത്തുക്കളിലെല്ലാം പകുതി ജാനകിക്ക് കൊടുക്കാൻ പോകണോ? അതേ ലക്ഷ്മി, ഉറപ്പായും കൊടുക്കുക തന്നെ വേണം. അല്ലെങ്കിൽ അത് വലിയ പാപമായി തീരും. അപ്പോൾ ലക്ഷ്മി മനസ്സിൽ ചിന്തിക്കുകയാണ്, അയ്യോ, ഇതൊന്നും അറിയാതെ ഞാൻ സ്വത്തിൽ പകുതി മേഘയ്ക്ക് എഴുതി കൊടുത്തല്ലോ. ഇതറിഞ്ഞാൽ എന്ത് സംഭവിക്കും? ലക്ഷ്മി, അച്ഛനോട് ഇതേക്കുറിച്ച് സംസാരിച്ചിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം. ആരെയും വിഷമിപ്പിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കണ്ട. പിന്നെ കാണിക്കുന്നത് വാസു നന്നായിട്ട് മദ്യപിച്ചിട്ട് ജ്യോതിയുടെ വീട്ടിലേക്ക് വരികയാണ്. ജ്യോതിയുടെ വീട്ടിൽ വന്ന് കതകിന് ചവിട്ടി തുറക്കുകയാണ്. എവിടെടി നിന്റെ സഹോദരൻ? എന്തിനാ നിങ്ങൾ അവനെ അന്വേഷിക്കുന്നേ? നീ അവൻ്റെ പേരിലല്ലേ സ്ഥലം വാങ്ങിയിരിക്കുന്നേ അല്ലേ? ഒഴിവ് കഴിവുകൾ പറയാതെ എനിക്ക് 85 ലക്ഷം രൂപ കിട്ടിയേ പറ്റൂ. ഇല്ലെങ്കിൽ നിന്നെ. അപ്പോൾ ജ്യോതി പറയാണ്, ദേ നോക്ക്, സ്ഥലം വിൽക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മേലിൽ ഇങ്ങോട്ട് വരരുത്. ഇവിടെ വരണം, ഭക്ഷണം കഴിക്കണം, പോകണം, അത്ര തന്നെ. ഇത്രയും വർഷം എൻ്റെ ഒപ്പം ജീവിച്ചതല്ലേ, അതിന് ഈ പണം കൃത്യമായിരുന്നു. അമ്പടി ഭയങ്കരി. അപ്പോൾ ജ്യോതി, വേണമെങ്കിൽ ഒരു ഐഡിയ പറഞ്ഞുതരാം.
കേട്ടോളൂ, നിങ്ങൾക്കും കൈ നിറയെ പണം വരും. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇവിടെ വന്ന് സന്തോഷത്തോടെ കഴിയാം. എന്താടി അത്? നിങ്ങളുടെ അമ്മാവൻ നിങ്ങളുടെ ഭാര്യയുടെ പേരിൽ 2 കോടി ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഭാര്യയെ അങ്ങ് കൊന്നുകളഞ്ഞാലോ? അപ്പോൾ ആ 2 കോടി രൂപയും നിങ്ങൾക്കുള്ളതാ. മനസ്സിലായോ? എടീ, നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാ എൻ്റെ ഭാര്യയെ നീ കൊല്ലാൻ പറഞ്ഞത്? ഈ നിന്നെ എന്ന് പറഞ്ഞ് കൈ പൊക്കുമ്പോഴേക്കും അവൾ പറഞ്ഞു, ഏയ്, ഈ കയ്യോങ്ങലൊന്നും ഇവിടെ വേണ്ട. എന്താ കുടിച്ചിട്ട് വന്നൊരു പ്രശ്നം ഉണ്ടാക്കുകയാണോ? നിങ്ങൾ പോവാൻ നോക്ക്. ഈ എന്നെ വിടാൻ പോവാനല്ലേ പറഞ്ഞത്, പോ എന്ന് പറഞ്ഞ് അവൾ ഉന്തിത്തള്ളി മാറ്റുകയാണ്. ഈ ഛേ എന്നൊക്കെ പറയുമ്പോഴേക്കും അവൾ അകത്ത് കയറി വാതിലടച്ച് കൊളുത്തിട്ടു. പിന്നെ മഹേന്ദ്ര സാർ അകത്തേക്ക് കടക്കുമ്പോൾ സിദ്ധു വളരെ വിഷമത്തോടെ പുറത്ത് നിൽക്കുകയാണ്. സിദ്ധു, എനിക്ക് നിന്നോട് അല്പം സംസാരിക്കണം. പറയങ്കിൾ. ഇന്ന് രാവിലെ ജാനകി വളരെ വിഷമത്തോടെ എന്നോട് സംസാരിച്ചു. നിന്റെ അച്ഛൻ്റെ മേൽ ഇല്ലാത്ത കുറ്റം ചുമത്തി ഞാൻ വീട്ടിൽ നിന്നും പുറത്താക്കി എന്നാണ് അവൾ കരുതുന്നത്. ജാനകിയെ പറഞ്ഞു മനസ്സിലാക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി. എന്നാൽ അവൾ അതൊന്നും വിശ്വസിച്ചില്ല. പക്ഷേ അവൾ അങ്ങനെ സംസാരിച്ചതിൽ യാതൊരു തെറ്റുമില്ല. ജാനകിക്ക് നിന്റെ അച്ഛനോടുള്ള അമിതമായ സ്നേഹവും വിശ്വാസവും ഒക്കെയാണ് കാരണം. അതാണ് അവളെക്കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചത്. സിദ്ധാർത്ഥ്, നീ പറയ്, ഞാൻ നിന്റെ അച്ഛനെ വീട്ടിൽ നിന്നും പറഞ്ഞയച്ചത് തെറ്റാണോ? പറയ് സിദ്ധാർത്ഥ്, ഞാൻ നിന്റെ അച്ഛനെ വീട്ടിൽ നിന്നും പുറത്താക്കിയത് തെറ്റാണോ? അപ്പോൾ പണത്തിൻ്റെ പേരിൽ നിന്റെ അച്ഛനോട് അങ്ങനെ പെരുമാറരുത് എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല അങ്കിളേ. തെറ്റിനി ആര് ചെയ്താലും അത് തെറ്റ് തന്നെയാണ്. അച്ഛൻ ഓഫീസിലെ പണം മോഷ്ടിക്കുകയാണ് ചെയ്തത്. അച്ഛൻ ഓഫീസിലെ പണം എടുത്തത് എന്നുള്ളത് ശരി തന്നെ. പക്ഷേ അത് എന്തിനാണ് എടുത്തത്, ആർക്കാണ് കൊണ്ടു കൊടുത്തത്, അത് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്നാൽ ഈ പണം എടുത്തതിന് പുറകിൽ വലിയ എന്തോ കാര്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അച്ഛനെ അങ്കിള് ഒരുപാട് വിശ്വസിച്ചിരുന്നു എന്നെനിക്കറിയാം. എന്നാൽ അച്ഛനത് ഒരിക്കലും മനസ്സിലാക്കിയിരുന്നില്ല. അതുകൊണ്ട് അച്ഛനെ അങ്കിൾ ഈ വീട്ടിൽ നിന്നും പുറത്താക്കിയതിൽ എനിക്ക് ഒരു തെറ്റും ഉണ്ടെന്ന് തോന്നുന്നില്ല. അങ്കിള് അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കാതിരിക്കുക. അങ്കിള് ഏത് തീരുമാനം എടുത്താലും അത് ശരിയാണെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. സിദ്ധു, നിന്റെ സ്ഥാനത്ത് മറ്റാരായിരുന്നാലും ഞാനെടുത്ത തീരുമാനം തെറ്റാണെന്നേ പറയൂ. ഒരു മകനും സ്വന്തം അച്ഛൻ മറ്റുള്ളവരുടെ മുമ്പിൽ സ്വയം അഭിമാനിതനാവുന്നത് സഹിക്കില്ല. എന്തിന് അച്ഛൻ തെറ്റ് ചെയ്താലും അച്ഛൻ്റെ ഭാഗത്തെ നിൽക്കൂ. അക്കാര്യത്തിൽ നീ വളരെ സത്യസന്ധമായി പെരുമാറി. എനിക്ക് വലിയ അഭിമാനം തോന്നുന്നു മോനെ. എന്നെ വളർത്തി വലുതാക്കിയത് അങ്കിളാ. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയായിരിക്കുന്നതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്തതായി ജാനകി പറയാണ്, ഞാൻ ചോദിച്ചത് തരുന്നത് വരെ ഈ വീട്ടിൽ നിന്നും ഒരു വെള്ളം പോലും ഞാൻ കുടിക്കില്ല എന്ന് മഹേന്ദ്രൻ സാറിൻ്റെ അടുത്ത് ജാനകി പറയാണ്. എന്താണോ എന്നോട് ചോദിച്ചത് അത് ഉറപ്പായും നിനക്ക് കിട്ടും. ഈ സ്വത്തിൻ്റെ നേർപകുതി നിനക്ക് തരും. അതിൽ നിനക്ക് ഒരു സംശയവും വേണ്ട. അച്ഛൻ തീർത്ഥാടനത്തിന് പോയിരിക്കുക. അദ്ദേഹം തിരികെ വന്നിട്ട് അച്ഛനോടുകൂടി പറഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം. ലക്ഷ്മി മനസ്സിൽ ചിന്തിക്കുകയാണ്, അയ്യോ, ഞാൻ മേഘയ്ക്ക് സ്വത്തുക്കൾ എഴുതി കൊടുത്ത കാര്യം ഏട്ടൻ അറിയില്ലല്ലോ. അറിഞ്ഞാൽ എന്ത് സംഭവിക്കുമോ എന്തോ. അങ്ങനെ ലക്ഷ്മി ആശയക്കുഴപ്പത്തിലായി. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സീ യു ഓൾ.